കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരാളുമായി പ്രണയത്തിലായിരുന്നു. ലോറൻസ്. എൻ്റെ അമ്മ പണ്ട് ജോലി ചെയ്തിരുന്ന പാടിവേൽ എസ്റ്റേറ്റിലെ മാനേജർ. ആ ചെക്കനെ ഞാനല്ലേ എസ്റ്റേറ്റ് കൊണ്ടുവന്ന് കാര്യായിട്ട് ഇപ്പോഴും എന്റെ മുന്നിൽ ഇരിക്കൂലേ. അത്രയ്ക്ക് ബഹുമാന. ഞാനാണോ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. സാറേ സാറേ മാനേജർ വരുന്നുണ്ട്. നേരത്തെയാണല്ലോ. ഇന്ന് ഓന്റെ പണി പോയി തന്നെയാട്ടോ. നമസ്കാരം സാർ. താൻ എന്തോടെ ഇങ്ങനെ കഥയ്ക്കുന്നേ? സാർ തെറ്റിദ്ധരിച്ചോ? അയ്യോ. അമ്മ. എടി ഇനി മതിയാക്കാ, നമുക്ക് കഴിക്കാവാ. ഡേ അന്നാമോ, ഇവളെ ഇങ്ങനെ വിട്ടാ മതിയോ? നമുക്കവളെ കെട്ടിച്ചു വിടണ്ടേ? കല്യാണക്കാരിയൊക്കെ ഒരുപാട് വരണ്ട്. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോ ഫെഡറിക് അച്ഛൻ ഒരു കാര്യം പറഞ്ഞേ. ചെക്കൻ പന്നി ഫാം നടത്തുക. ചേച്ചി, അവളാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. നീ വേം വാ. അമ്മയ്ക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ? കല്യാണം, പന്നി ഫാം, ഞാൻ പോടി. ഞാനിതാ പറഞ്ഞേ, കല്യാണക്കാര്യം പറഞ്ഞ പെണ്ണിന് അപ്പ അരിശം കേറും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നമ്മൾ എന്ത് പറയാനാ? അല്ല, പെണ്ണുകാണും ചെക്കമെന്നൊക്കെ കേട്ടു. നമ്മളോട് ഉള്ളപ്പോ എന്നെയും കൂടെ ഒന്ന് പരിഗണിച്ചൂടെ? ദേ, എന്റെ വായിന്ന് എന്തെങ്കിലും കേക്കുവേ. അതാ ഫെഡറിക് അച്ഛന്റെ ഓരോരോ പരിപാടികളാന്നേ. അല്ല, ഇത് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? എന്റെ പൊന്നു റോസേ, ഈ ഇടവകയില് നമ്മളറിയാതെ വല്ല നടക്കുവോ? അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. പോയാലോ? പോവാ. എടി, നാളെ ഈ നേരത്തെ വരില്ലേ? അയ്യോ നിർത്ത് നിർത്ത്, ഞാനിവിടെ ഇറങ്ങാ. വീട് വരെ കൊണ്ടാക്കാന്ന്. വണ്ടി നിർത്ത് പ്ലീസ്. പ്ലീസ് വണ്ടി നിർത്ത്. അമ്മ നിൽക്കുന്നു. അമ്മ. അമ്മല്ലേ വേറെ അമ്മേ. സാറേ, വീട്ടിൽ കയറിയിട്ട് പോവാ. യോ, വേറെ ദിവസം വരാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. പോട്ടെ മിസ്. അങ്ങനെ അമ്മച്ചക്ക് കോരും കൂടി കിട്ടി.
ഡെയിലി വരണം കേട്ടോ. ഡെയിലി വന്നാലേ വയറ് കുറയും. ലോറൻസ് സാർ വരുമ്പോൾ മാത്രം വന്നിട്ട് കാര്യമില്ല. സാർ ഓൾറെഡി ഫിറ്റാ. അത് വൈകുന്നേരം ആകുമ്പോഴല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ വയറ് വേണം. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അല്ലാതെ നിങ്ങളുമാതിരി വയറ് ഒട്ടിച്ച് പിടിച്ചിട്ട് ഇത് ഭയങ്കര ഗ്ലാമറാന്ന് വിചാരം. ഇത് ഭയങ്കര ബോറാത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബോഡി ഷേമിങ്ങാണ്. ഞാൻ കേസ് കൊടുത്ത ആളുണ്ടല്ലോ, നിങ്ങൾ ആഫീസ് പൂട്ടും. ചെല്ലി, ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട് ട്രെയിനർ ചമ്മിയില്ലേ? എങ്ങനെയെങ്കിലും ഒട്ടിക്കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങള് കളിക്കുന്നത്. ഞാനും അതിന് തന്നെയാ. തുടങ്ങിയോ? ഞാൻ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ. ഒന്നടിക്കുന്നു. അടിച്ചിട്ട് സംസാരിക്കാണ് അതിന്റെ രീതി. അല്ലാണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അടിക്കുമ്പോൾ ഒന്നിൽ നിൽക്കൂല, മിനിമം 4 അടിക്കണം. എനിക്ക് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടേ. ആ അതുകൊണ്ടാ ചിലപ്പോൾ 5 ആവും. ഇവിടുത്തെ പണിക്കാർ സാറേ സമരം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട്. പിന്നെ അതായത് ഇവർക്ക് ശമ്പളം കൂട്ടി വേണമെന്നാണ് പറയുന്നത്. പണിക്കാരാണ് ഇല നുള്ളിയിട്ടും തീരുന്നില്ല. കൂട്ടിക്കൊടുക്കാനോ? എടോ ഇന്നാളല്ലോ കൂട്ടിക്കൊടുത്തേ. ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കൊന്നുമില്ല. മാനേജ്മെന്റ് തീരുമാനമോ? സാറ് വിചാരിക്കണോ? മാനേജ്മെന്റിനോട് പോയി പണി വെക്കാൻ പറയും. മാനേജ്മെന്റ് മാത്രം ഇവിടെ സൂചിച്ചാൽ മതിയോ? പണിക്കാർക്ക് സൂചിക്കണ്ടേ? വേണ്ടേ? ഒന്നും കഴിക്കാം, സൂചിക്കണം. കുറ്റിനി അടിക്കണ്ട. നാളെ രാവിലെ കണക്കായിട്ട് എത്തിക്കൊള്ളണം കേട്ടോ. എടാ കോപ്പിലെ മാനേജറെ, ഒരു കണക്ക് എനക്ക് കൂട്ടി കൊടുക്കാൻ പറ്റൂലേ? പറ്റൂലേ? പറയ്. ഓവറായി പോയി സാർ. നാളെ കുറെ വർക്ക് ഉണ്ട്, വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നും ഇത് കിട്ടിയാൽ എനിക്ക് ശരിയാവും. എടാ ഇത് ലോറൻസിന്റെ കോടാണോ? എന്തെങ്കിലും പ്രശ്നമാവോ? ഓ പോവാൻ പറ. ഇറങ്ങണ പുറത്ത്. അതിന് തനിക്കെന്തിന്റെ കടപ്പാടോ? താൻ്റെ മാനേജറല്ലേ? തന്നെ കണ്ടോളൂ. നമ്മളെ ഇറക്കണോ? ഇവനേതാണ്? എന്താ സാറേ നോക്കുന്നേ? ഇത് സ്ഥലം വേറെയാ. തന്റെ കളിയൊന്നും ഇവിടെ നടക്കൂല കേട്ടാ. മനസ്സിലായോ?